ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നോക്കാം. കാർഡുകൾ എന്താണെന്ന് നോക്കാം. ബി പോസിറ്റീവ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന കാർഡുകൾ സ്ട്രെങ്ത്, 3 ഓഫ് കപ്സ് ആൻഡ് 4 ഓഫ് സോഡ്സ് ആണ്. ഓക്കെ, ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യാനാണ് പറയുന്നത്. ഒന്ന് റെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ എനർജി റീസ്റ്റോർ ചെയ്യുക, അതുപോലെ തന്നെ റീസെറ്റ് ചെയ്യുക. എന്തിനാണ് നിങ്ങൾ റീസെറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻറ്റേർണലായിട്ടുള്ള സ്നേഹത്തെ, അതാണ് നിങ്ങളുടെ സ്ട്രെങ്ത്ത്. ആ ഒരു സ്ട്രെങ്ത്തിനെ നിങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഒരു സിംഹത്തെ പോലും മെരുക്കിയെടുക്കാൻ, സ്നേഹത്തോടെ മെരുക്കിയെടുക്കാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഏത് കാര്യവും ഇൻഫിനിറ്റായിട്ട് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ്. ഇവിടെ ഇൻഫിനിറ്റി കാണാം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ചുറ്റിലുള്ള വ്യക്തികളെയും നിങ്ങൾക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആൾക്കാരാണ്. അവരിലേക്കും നിങ്ങളുടെ സ്നേഹം സ്പ്രെഡ് ചെയ്യാനും കഴിയുന്ന വ്യക്തികളാണ് ഇവിടെ ഉള്ളത്. അതിന് നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹത്തെ തിരിച്ചറിയാം. അത് അൺകണ്ടീഷണൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അൺകണ്ടീഷണലായിട്ട് നിങ്ങൾ ആളുകളെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവരെ സ്നേഹിക്കാനും നിങ്ങളുടെ സാഹചര്യങ്ങളെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കാനും ആണ് പറയുന്നത്. ഇവിടെ ഒരു ലവ് കാണാം. അതിനെ കെട്ടിയിട്ടത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ കണ്ടീഷൻ ചെയ്തത് കാരണം നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുള്ള ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. നിങ്ങൾ കണ്ടീഷൻ ചെയ്യുമ്പോൾ അതാണ് മറ്റുള്ളവരിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നതും, അതാണ് മിറർ ചെയ്യപ്പെടുന്നതും റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നതും. കണ്ടീഷൻ ചെയ്തത് മൂലം പല ബന്ധങ്ങളും നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ നിന്നായാലും ഫ്രണ്ട്ഷിപ്പിൽ നിന്നായാലും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വ്യക്തി ബന്ധങ്ങളിലൊക്കെ ഒരുപാട് പാറ്റേൺസ്, റിപ്പീറ്റഡ് പാറ്റേൺസും അതുപോലെ ബ്രേക്കിങ്ങും ഒക്കെ വന്നിട്ടുണ്ടാവും. ഇതിനൊക്കെ കാരണം നിങ്ങൾ കണ്ടീഷൻഡ് ആയതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ അൺകണ്ടീഷണലായിട്ട് നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാത്തിനെയും, വ്യക്തികളെയും സാഹചര്യങ്ങളെയും ചുറ്റിലുമുള്ള എല്ലാ സഹജീവികളെയും അൺകണ്ടീഷണലായിട്ട് നിങ്ങൾ സ്നേഹിക്കുമ്പോഴാണ് നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം മറ്റുള്ളവർ തിരിച്ചറിയുന്നതും യഥാർത്ഥത്തിൽ നിങ്ങളിലേക്കുള്ള സ്നേഹം വന്നു ചേരുന്നതും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള സ്ട്രെങ്ത്ത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ആണ്. ഒന്നിനെയും കണ്ടീഷൻ ചെയ്യാതിരിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ അവർ ഇങ്ങനെ സ്നേഹിക്കണം, അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നോട് പെരുമാറാത്തത്, ഞാൻ അങ്ങനെയാണല്ലോ അവരോട് പെരുമാറുന്നത്, അവരെന്തുകൊണ്ട് തിരിച്ചങ്ങനെ പെരുമാറുന്നില്ല, അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിനും കണ്ടീഷൻ വെക്കുമ്പോഴാണ് നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത്. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കാൻ പഠിക്കുക. ഇതാണ് ഇന്നത്തെ ഗൈഡൻസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.